ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസ് എല്ലാം തന്നെ ഏപ്രിൽ മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന നിരവധി എക്സാമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമുകൾ എന്ന് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രോണിക്സുകാരുടെ ഒരു എക്സാമാണ് ഞാൻ പറയാൻ പോകുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 12-ാം തീയതിയാണ്. ഏപ്രിൽ 12-ാം തീയതിയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൺഫർമേഷനുള്ള മെസ്സേജ് ഓൾറെഡി നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ കൺഫർമേഷൻ 22-ാം തീയതി വരെ കൊടുക്കാമായിരുന്നു. 10-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. 16,305 പേരാണ് നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു വലിയ നമ്പറൊന്നും അല്ല ഈ 16,305 എന്ന് പറയുന്നത്. കാര്യം ഇതിൽ കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ കുറച്ച് പേര് ആദ്യം പുറത്തു പോകും. പിന്നീട് എക്സാമിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ഈ 16,305 എന്ന് പറഞ്ഞൊരു നമ്പർ ഒരു ചെറിയ നമ്പർ തന്നെയാണ്. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 12-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന എക്സാമുകളാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഫിറ്റർ, പിന്നെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിറ്റർ ഗ്രേഡ് 2. അപ്പം ഈ 3 എക്സാമിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരള വാട്ടർ അതോറിറ്റിയിൽ ഫിറ്റർ, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ, കേരള വാട്ടർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ ഫിറ്റർ ഗ്രേഡ് 2, ഈ 3 എക്സാമിന് ഒരൊറ്റ സിലബസാണ്, ഒരൊറ്റ എക്സാമാണ് നടക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സിലബസ് കവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ 3 എക്സാമിനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. സോ ഈ അവസരം നിങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കരുത്. ഈ 3 എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 19-ാം തീയതിയാണ്. അപ്പം ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ 1-ാം തീയതി മുതലാണ്. അടുത്ത മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സമയം. സോ അതിൻ്റെ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആ മെസ്സേജ് ലഭിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക. 1-ാം തീയതി മുതൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്. ഓക്കെ, ഫിറ്റർ തസ്തികയിലേക്ക് 14,761 പേരും, അതുപോലെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് തസ്തികയിലേക്ക് 14,451 പേരുമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാം പ്ലംബറിൻ്റെയാണ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലംബർ, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ പ്ലംബർ, പിന്നെ ട്രേഡ്സ്മാൻ പ്ലംബറും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ പ്ലംബർ, പിന്നെ പ്ലംബർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലംബർ. അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള സെലക്ഷനാണ്. അപ്പോൾ ആ എക്സാമുകളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 22-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാനുള്ള ഡേറ്റ് വരുന്നത് അടുത്ത മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലെ ട്രേഡ്സ്മാൻ പ്ലംബിംഗ് ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമിനെല്ലാം തന്നെ ഒരൊറ്റ സിലബസാണ്. അപ്പോൾ ഒരൊറ്റ സിലബസ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്ര എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നിലവിലുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത്. നമുക്കറിയാം PSC ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ്റെ എല്ലാം തന്നെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 25-ാം തീയതിയാണ്. അതായത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ, അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യൻ, കേരള പോലീസ് മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ, പിന്നെ സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞൊരു തസ്തികയിലോട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു എക്സാമാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, പിന്നെ ലൈൻമാൻ. ഈ പറയുന്ന എക്സാമ്പിൾക്ക് എല്ലാവരും ഒറ്റ സിലബസാണ്. അപ്പം ഈ ഒരൊറ്റ സിലബസ് കവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്ര എക്സാമിലോട്ടുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. സോ നിങ്ങൾ ഈ അവസരങ്ങൾ പാഴാക്കരുത്. പിന്നെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. സോ ഈ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരൊറ്റ സിലബസ് കവർ ചെയ്യുന്നതിലൂടെ ഇത്രയും എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് 25-ാം തീയതിയാണ്. ഏപ്രിൽ 25-ാം തീയതിയാണ് എക്സാമിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാനുള്ള മെസ്സേജ് ഓൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. 22-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം. 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസ്. നിങ്ങൾ കണ്ടല്ലോ, ഓൾറെഡി ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് പല പോസ്റ്റിലേക്കുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നിൽ കിട്ടുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സിലബസ്, ഇപ്പം ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ല മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ സിലബസിൻ്റെ കാര്യമുള്ളത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് അത് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്.
ഈ അവസരങ്ങൾ എപ്പോഴും ലഭിക്കുന്നതല്ല. ഈ കിട്ടിയ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഏണസ്റ്റ് അക്കാദമിയിൽ ഏപ്രിൽ എക്സാം വരാൻ പോകുന്ന ട്രേഡ്സ്മാൻ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് മുന്നിൽ ചുരുങ്ങിയ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 4 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സിലബസ് ക്ലിയർ ചെയ്യുന്നതിലൂടെ, ഒരു സിലബസ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം എക്സാമിലേക്കുള്ള അവസരങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. സോ നിങ്ങൾ ഈ അവസരം യാതൊരു കാരണവശാലും പാഴാക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് സിലബസ് ആദ്യം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് ഓൾറെഡി അറിയായിരിക്കും, പിന്നെ കുറച്ച് ടോപ്പിക്സ് അറിയാതിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് സൈഡ്സ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡുകൾക്ക്, ആ ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏണസ്റ്റ് അക്കാദമിയിൽ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഓൾറെഡി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് കൂടുതൽ കരുത്ത് വരാനായിട്ട് ഈ ക്ലാസ്സുകൾക്കാവും. അത് മാത്രമല്ല നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പം ഈ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് സാധിക്കും. അത് മാത്രമല്ല ഗൈഡൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറാണ്. പിന്നെ ഡൗട്ട് ക്ലിയർ സെഷൻസ്, പ്രത്യേകം ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിലബസ് ബേസ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ആ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാവും. സോ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം. ബൈ.